കാൽനൂറ്റാണ്ടിന് ശേഷം അയർലൻഡിൽ നിന്നും പവനായി മടങ്ങിയെത്തുന്നു. പുതിയ അടവുകൾ പയറ്റാനും പുതിയ തമാശകൾ കാണിച്ചു ചിരിപ്പിക്കാനും. മലയാള സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുതിയ പരിവേഷം നൽകിയ നാടോടിക്കാറ്റിലെ പവനായി എന്ന കഥാപാത്രം മുഖ്യ കഥാപാത്രമായി മാറുന്ന സിനിമയുടെ പേര് മിസ്റ്റർ പവനായി 99.99. 1987 നാടോടിക്കാറ്റ് പുറത്തിറങ്ങുന്നത്. ശ്രീനിവാസനും സത്യൻ അന്തിക്കാടും കൂടി സൃഷ്ടിച്ചതായിരുന്നു വിഖ്യാതനായ ഈ ഹാസ്യ വില്ലൻ കഥാപാത്രം. ബൊഫേഴ്സിൻ്റെ അൾട്രാ മോഡേൺ ഗൺ, ബോംബ്, അമ്പുവില്ലും തുടങ്ങിയ മലപ്പുറം കത്തി വരെയുള്ള സർവ്വസന്നാഹങ്ങളുമായി എത്തുന്ന ഗുണ്ടയായ പവനായി ഒരു സംഘടനത്തിനൊടുവിൽ പഴത്തൊലിയിൽ ചവിട്ടി ബഹുനില കെട്ടിടത്തിൽ നിന്നും മുകളിൽ നിന്ന് താഴെ വാട്ടർ ടാങ്കിലേക്ക് വീണാണ് കഥ കഴിയുന്നത്. പവനായി ശവമായി എന്ന ഡയലോഗ് പിന്നീട് മലയാളത്തിൽ ഒരു ഭാഷാപ്രയോഗം പോലുമായി. പക്ഷേ പവനായി അന്ന് ശവമായില്ലെന്ന വെളിപ്പെടുത്തലോടെയാണ് പുതിയ സിനിമയുടെ കഥ തുടങ്ങുന്നത്. വെള്ളത്തിൽ വീണ പവനായി രക്ഷപ്പെട്ടു. കേരള പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് അയർലൻഡിലേക്ക് മുങ്ങുകയാണ്. ഇപ്പോൾ കോഡൻ ബ്രദേഴ്സ് എന്ന കോടീശ്വരന്മാരായ സഹോദരന്മാർ സ്വത്ത് തട്ടിയെടുക്കുന്നതിനായി ഒരു പെൺകുട്ടിയെയും കാമുകനെയും കൊല്ലാനുള്ള ദൗത്യമേൽപ്പിച്ചതോടെയാണ് പവനായി വീണ്ടും കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. രണ്ടാം വരവിൽ പവനായിയുടെ അസിസ്റ്റന്റ് പ്രശസ്തനായ വില്ലൻ കഥാപാത്രം ഗിന്നസ് പക്രുവാണ്. പവനായി വീണ്ടും ശവമാവുമോ എന്ന് നമുക്ക് കണ്ടറിയാം.